ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ UN. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു സമാധാന പരിപാലന സംഘടനയാണ്. ബട്ട് ഇറ്റ് ഹാസ് അതർ ഇമ്പോർട്ടൻറ്റ് ജോബ് ടു. അതുമാത്രമല്ല മറ്റ് രാജ്യങ്ങളെ സഹായിക്കുക സാമ്പത്തികമായ കാര്യങ്ങളിലും അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ജോബ് കൂടി ഈ UN ഉണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ് റെസ്പെക്റ്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ മനുഷ്യാവകാശങ്ങളുടെ ആദരവ് പ്രോത്സാഹിപ്പിക്കുന്നു. ഇറ്റ് വർക്ക് ടു അഡ്വാൻസ് ജസ്റ്റിസ് ആൻഡ് ഇൻ്റർനാഷണൽ ലോ. അതുമാത്രമല്ല നീതിയും അന്താരാഷ്ട്ര നിയമവും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ നടപ്പാക്കാനൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് UN. ആൻഡ് ഇറ്റ് ഹെൽപ്സ് വിക്ടിംസ് ഓഫ് വോർ, ഫാമിൻ ആൻഡ് അതർ ഡിസാസ്റ്റർ. അതുപോലെ യുദ്ധത്തിലെയും ക്ഷാമം കൊണ്ടും ഒക്കെ മറ്റു ദുരന്തങ്ങൾ കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്ന രാജ്യങ്ങളെ സഹായിക്കുവാനും UN സംഘടന ശ്രമിക്കുന്നുണ്ട്. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ the United States and Britain thought that there would be an agency to maintain peace in the world. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റിനും അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചിരുന്നു ഇനി ഇങ്ങനൊരു യുദ്ധമൊന്നും ഉണ്ടാകാതിരിക്കാൻ ഒരു ഏജൻസി ഉണ്ടാകണം. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് അവരുണ്ടാക്കിയ ഏജൻസി, ആ സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ. പക്ഷേ ആ ലീഗ് ഓഫ് നേഷന് അത്രക്കൊന്നും യുദ്ധത്തെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല. അത് പരാജയപ്പെട്ടു. അത് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നു. അത് തടയാനൊന്നും ഇവർക്ക് സാധിച്ചില്ല. ആ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് സോൾവ് ചെയ്യാൻ ലീഗ് ഓഫ് നേഷനെ സാധിച്ചില്ല. ദിസ് വാർ കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് സിറ്റീസ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് ഒന്നും കൂടി വിസ്ഫോടനമൊക്കെ നടത്തിയ വലിയൊരു യുദ്ധം തന്നെയായിരുന്നു. അതിലൊരുപാട് നാശനഷ്ടങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ഗ്രാമങ്ങളും നഗരങ്ങളും വ്യവസായങ്ങളും അതുപോലെ തന്നെ ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എല്ലാം നശിക്കുന്നതിന് കാരണമായി. അപ്പോൾ വീണ്ടും ഈ രണ്ടാം ലോക മഹായുദ്ധം നടത്തിയപ്പോൾ USA മറ്റൊരു അണുബോംബ് വർഷിക്കുക വരെ ചെയ്തു. പിന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ജാപ്പനീസ് നഗരങ്ങളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലാണ് ഈ അണുബോംബ് സ്ഫോടനം നടത്തിയത് അമേരിക്ക. ഇത് ഒരുപാട് ആളുകൾ മരണത്തിന് കാരണമായി. അതുമാത്രമല്ല ഇനി ഈ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന സംഘടന കൊണ്ടൊന്നും മനുഷ്യരാശിയെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നല്ലൊരു ശക്തമായ ഒരു സംഘടന വേണമെന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ തന്നെ ആഗ്രഹിച്ചു. എല്ലാ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ചില രാജ്യങ്ങൾ അതിൽ നിന്ന് വിട്ടുനിന്നു. ദിസ് ഫീലിംഗ് ഗീവ് ബർത്ത് ടു ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു സമാധാനം വേണം, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അതിനെന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്ന ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായത്. ദ നെയിം വാസ് സജസ്റ്റഡ് ബൈ പ്രസിഡൻറ്റ് റൂസ്വെൽറ്റ് ഓഫ് USA. അപ്പോൾ USA തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. അതിൻ്റെ പ്രസിഡൻറ്റ് റൂസ്വെൽറ്റാണ് ഈ പേര് തന്നെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത്. അവർ ഒരുപാട് 50 രാജ്യങ്ങളോളം അതിൻ്റെ പ്രതിനിധികൾ, ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടി സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുചേർന്നതിന് ശേഷമാണ് ഈ യുണൈറ്റഡ് നേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള അതിൻ്റെ ചാർട്ടർ തയ്യാറാക്കിയത്. ദ യുണൈറ്റഡ് നേഷൻസ് കെയിം ഇൻ ടു ബീയിങ് ഓൺ 24 ഒക്ടോബർ 1945. 1945 ഒക്ടോബർ 24 യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ സംഘടന നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 24 UN ഡേ ആയിട്ട് കണക്കാക്കുന്നു, ആഘോഷിക്കുന്നു. ദ ചാർട്ടർ ഓഫ് ദി യുണൈറ്റഡ് നേഷൻ ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അതാണ് നമ്മൾ പറയുന്നത്, ആ ഭരണഘടനയൊക്കെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം എന്താണ്? ഈ യുണൈറ്റഡ് നേഷൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. അതോടൊപ്പം തന്നെ പുരോഗതിയും ഡെവലപ്മെൻറ്റും ലക്ഷ്യമാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് യുണൈറ്റഡ് നേഷൻസ് ചെയ്യുന്നത്? പീസ് ആൻഡ് സെക്യൂരിറ്റി ഫോർ എവറി കൺട്രി ഓഫ് ദ വേൾഡ്. ലോകരാഷ്ട്രത്തിലെ സമാധാനവും സുരക്ഷയും. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് അത്
ഇടപെടും, UN സംഘടന ഇടപെടും. ഫ്രണ്ട്ലി റിലേഷൻ എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദ ബന്ധം. ഹ്യൂമൻ ഫ്രീഡം ആൻഡ് റൈറ്റ്സ്, അപ്പോൾ ചില രാജ്യങ്ങളിൽ വളരെയധികം മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതൊക്കെ ചോദ്യം ചെയ്യാം, അന്താരാഷ്ട്ര പ്രശ്നമായിട്ട് കരുതി മനുഷ്യ സ്വാതന്ത്ര്യം, അവകാശങ്ങൾ, ഇതൊക്കെ ചോദ്യം ചെയ്യാം. നാലാമത്തത് ഡെവലപ്മെൻറ്റ് ബൈ റേസിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഫുഡ്, പ്രൊവൈഡിങ് മെഡിക്കൽ ഫെസിലിറ്റി ആൻഡ് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് റെഫ്യൂജീസ്. പല രാജ്യങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ, ഭക്ഷ്യോൽപാദനം ഉയർത്തുവാനുള്ള സഹായങ്ങൾ, അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഒരുപാട് മെഡിക്കൽ സൗകര്യങ്ങൾ നൽകുന്നു, അതുപോലെ കുട്ടികളുടെയും അഭയാർത്ഥികളുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. When there is some problem, it try to solve it through the cooperation of its members. അപ്പോൾ എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻ അത് ചർച്ചയിൽ വെക്കുന്നു, രാജ്യങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു, അവരുടെ സഹകരണത്തോടെയാണ് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. ദ യുണൈറ്റഡ് നേഷൻസ് പ്രിപ്പയർഡ് എ ലിസ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കോൾഡ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത് ചിലപ്പോൾ ചോദിക്കാം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം എന്ന പേരിൽ ഒരു മനുഷ്യാവകാശ പട്ടിക ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കി. ഇറ്റ് വാസ് അഡോപ്റ്റഡ് 10th December 1948. അതുകൊണ്ട് തന്നെ 10th December ഹ്യൂമൻ റൈറ്റ് ഡേ ആയിട്ട് ആചരിച്ചു വരുന്നു. ഇനി എന്തൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ, ഇമ്പോർട്ടൻറ്റ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ, റൈറ്റ് ടു ലീവ് ആസ് ഫ്രീ സിറ്റിസൺ ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ സ്വതന്ത്ര പൗരരായിട്ട് ജീവിക്കാനുള്ള അവകാശം. അതുപോലെ നിയമത്തിൻ്റെ മുമ്പിൽ യാതൊരു അസമത്വവും ഇല്ലാതെ ഈക്വാളിറ്റി ബിഫോർ ലോ, അവിടെ ജാതി വേർതിരിവോ ജെൻഡർ വേർതിരിവോ സ്വത്തുള്ളവനെന്നോ സ്വത്തില്ലാത്തവനെന്നോ വേർതിരിവോ ഒന്നുമില്ല. ഈക്വാളിറ്റി ബിഫോർ ലോ, നിയമം എല്ലാവർക്കും തുല്യമായി അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അവർ, അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് ലഭിക്കും. ദ റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ്, അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ എഴുതുവാനുള്ള സ്വാതന്ത്ര്യം, എഴുത്തിനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ വിദ്യാഭ്യാസം ലഭിക്കുവാനും തൊഴിൽ ചെയ്യുവാനും ഏത് മതം സ്വീകരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫ്രീഡം ഓഫ് റിലീജിയൻ. അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ സെക്സ്. ഇന്നൊരു മതത്തിലായതുകൊണ്ട്, ഇപ്പോൾ ഇതുകൊണ്ട് അറിയാം, ഹിറ്റ്ലറുടെ മതപീഡനമൊക്കെ ഉണ്ടായതുകൊണ്ട് ജൂതന്മാരെ പീഡിപ്പിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് മതത്തിൻ്റെ പേരിലോ സ്ത്രീ അല്ലെങ്കിൽ സെക്സ് എന്നുള്ള ജെൻഡറിൻ്റെ വിവേചനത്തിലോ ഒന്നും ആളുകൾക്ക് യാതൊരു വിവേചനവും കാണിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷനും തൊഴിൽ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് ശമ്പളം കൂലി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി വ്യവസായ മേഖലകളിലും അൺഓർഗനൈസ്ഡ് സെക്ടറിലെല്ലാം തന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇപ്പോൾ ഒരു ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും തുല്യ ഈക്വൽ റെമ്യൂണറേഷൻ. അതുപോലെ തന്നെ ഫ്രീഡം ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ ജാതി വ്യവസ്ഥിതിയിൽ അതിനൊന്നും ഓരോ ജാതിക്ക് അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത് ഏത് സ്ഥലത്തും സഞ്ചരിക്കുവാൻ, ലോകത്തെവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. The United Nations is trying its best to make all this right reality in every country of the world. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഈ അവകാശങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ ശ്രമിച്ചു. ഇനി ഏകദേശം 51 നേഷൻസ് ആണ് ആദ്യകാലഘട്ടങ്ങളിൽ UN മെമ്പറായി മാറിയത്. ഇന്ന് 185-ലേറെ, ഇപ്പോൾ കറക്റ്റ് എടുക്കുകയാണെങ്കിൽ 193 മെമ്പേഴ്സ് യുണൈറ്റഡ് നേഷൻ്റെ അംഗങ്ങളാണ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാന തത്വങ്ങളും ഒബ്ജക്റ്റീവ്സ് നമ്മൾ കുറച്ച് പറഞ്ഞു, എങ്കിലും ഇതിലും കൂടി കുറച്ച് ഉൾപ്പെടുത്തുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ ലിസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഓർഗനൈസേഷൻ ആൻഡ് മെമ്പേഴ്സ് സ്റ്റേറ്റ് എഗ്രി ടു റെസ്പെക്ട്. അതായത് എല്ലാ അംഗങ്ങളും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ചില തത്വങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സം ഓഫ് ദീസ് ആർ ഡിസൈൻ ടു ലിമിറ്റ് ദ പവർ ഓഫ് ദ ഓർഗനൈസേഷൻ. ചിലതൊക്കെ ഈ ഓർഗനൈസേഷൻ്റെ പവർ പരിമിതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇവർ കൂടുതൽ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. വൺ ഓഫ് ദീസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സോവറിയൻ ഈക്വാളിറ്റി. അതായത് എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ അംഗങ്ങൾക്ക് പരമാധികാര സമത്വത്തിൻ്റെ തത്വം. അത് കൊടുക്കുമ്പോൾ ഒരു പക്ഷഭേദം ഒരു രാജ്യത്തിനോട് കാണിക്കാൻ പാടില്ല. ഈക്വാളിറ്റി, എല്ലാവർക്കും
പരമാധികാര സമത്വം. അതുപോലെ തന്നെ നീതിയോ അന്താരാഷ്ട്ര നിയമമോ ഒക്കെ അനുസരിച്ച് വേണം മെമ്പേഴ്സ് പ്രവർത്തിക്കാൻ. ദിസ് മീൻസ് ദാറ്റ് ഈച്ച് മെമ്പർ ഓഫ് നേഷൻ ഈസ് ഈക്വൽ. അവിടെ അമേരിക്ക എന്നില്ല, ഒരു കുഞ്ഞു രാജ്യം എന്നൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളും അംഗരാജ്യങ്ങളും ഈക്വലാണ്. അവിടെ യാതൊരു അസമത്വവുമില്ല. അനദർ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ ഇൻ്റർവെൻഷൻ. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ മറ്റു രാജ്യത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. മറ്റൊന്ന് നിരുപാധികമായ തത്വം. ഇൻ്റർവെൻഷൻ, കടന്നുകയറ്റമോ അല്ലെങ്കിൽ ഒരു മേധാവിത്വം സ്ഥാപിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ദിസ് മീൻസ് ദാറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് വിൽ ഇൻ്റർവീൻ ഓൺലി ഇൻ്റർനാഷണൽ പ്രോബ്ലംസ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ, അവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. അത് ആഭ്യന്തര പ്രശ്നം അവർ തന്നെ സോൾവ് ചെയ്തോളും. അല്ലാത്ത പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ് ഇടപെടേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഒരു നിരുപാധിക തത്വം എന്ന് പറയുന്നത്. Other principle emphasize the use of peaceful means for settling the dispute. അപ്പം എന്തെങ്കിലും ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലൊരു തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വയലൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സമാധാനപരമായ മാർഗമാണ് ഉപയോഗിക്കേണ്ടത്. They require that the nation avoid threatening other nation. ഒരു രാജ്യം മറ്റ് രാജ്യത്തെ ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുന്നു ഈ തത്വത്തിൽ. മെമ്പർ നേഷൻ ആർ ഓൾസോ ആസ്ക്ഡ് ടു സപ്പോർട്ട് ദ യുണൈറ്റഡ് നേഷൻ ഇൻ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ. അപ്പോൾ ഓരോ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു യുണൈറ്റഡ് നേഷൻ്റെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്യാം. അതായത് സമാധാന പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ദേ ആസ്ക്ഡ് ടു ഡു നത്തിങ് ടു ഇൻ്റർഫിയർ വിത്ത് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതുമാത്രമല്ല, ഈ അനാവശ്യമായിട്ട് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടരുത് എന്ന് അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നു. ദ യുണൈറ്റഡ് നേഷൻസ് ഓൾസോ ട്രൈ ടു പ്രിവെൻറ്റ് നോൺ മെമ്പേഴ്സ് ഫ്രം ഡൂയിങ് എനിത്തിങ് ടു ഡിസ്റ്റർബ് ദ പീസ്. അതുമാത്രമല്ല, ഒരു സമാധാന വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് അതിലെ പ്രധാന തത്വം. ഇനി ഈ അന്താരാഷ്ട്ര സംഘടനയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് UNO. ചിലപ്പോൾ ഇതും ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രിൻസിപ്പിൾസ് ഓഫ് UNOയും പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് UNOയും രണ്ടാണ്. അപ്പോൾ തത്വങ്ങൾ ചോദിക്കുമ്പോൾ അത് എഴുതുക. പ്രിൻസിപ്പൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് പാർട്സാണ്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ, അന്താരാഷ്ട്ര സംഘടന ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ദ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ് ത്രൂ ഇറ്റ് 6 മേജർ ഓർഗൻസ്. അതായത് 6 ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രവർത്തിക്കുന്നത്. അതിൽ ജനറൽ അസംബ്ലി ഉണ്ട്, സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ദ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അതുപോലെ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആൻഡ് ദ സെക്രട്ടേറിയറ്റ്. അപ്പോൾ പറയുമ്പോൾ 6 ഭാഗങ്ങളായിട്ടാണ്. ഈ ഓരോന്നിലും ഈച്ച് ഓഫ് ദ റെപ്രസെൻറ്റേറ്റഡ് ബൈ ദ ഡെലിഗേഷൻ ഓഫ് ഇഫ് നോട്ട് മോർ ദാൻ 5 റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഏകദേശം 5 പ്രതിനിധികളാണ് ഓരോ ഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നത്. ഇനി എന്താണ് ജനറൽ അസംബ്ലി അല്ലെങ്കിൽ പൊതുസഭ എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സും ഉണ്ട് അതിൽ. ഇറ്റ്സ് മെമ്പേഴ്സ് മീറ്റ് ആനുവലി അറ്റ് UN ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ UN ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അവിടെ 5 വർഷമല്ല, ഇവരെല്ലാവരും അതിൻ്റെ അംഗങ്ങൾ വർഷം തോറും അവിടെ കൂടാറുണ്ട്. ഇറ്റ്സ് സ്പെസിഫിക് ഡ്യൂട്ടീസ് എന്താണത്? എക്കണോമിക് സോഷ്യൽ കൗൺസിലിലേക്കും അല്ലെങ്കിൽ ബോർഡിലേക്കും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിലും ട്രസ്റ്റി കൗൺസിലിലേക്കും ഒക്കെ അംഗങ്ങളെ സെലക്ട് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് അവർ തിരഞ്ഞെടുക്കുന്നതിനാണ് അവരുടെ പ്രത്യേക ചുമതല. അതുപോലെ സെക്യൂരിറ്റി കൗൺസിലിൽ ഇറ്റ് എലക്ട് ദ ജഡ്ജസ് ഓഫ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതിനുവേണ്ടിയുള്ള ജഡ്ജിയെ തിരഞ്ഞെടുക്കുക. അതുപോലെ UN സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുക സെക്യൂരിറ്റി കൗൺസിലിലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി. അതുപോലെ തന്നെ ഇവർ അഡോപ്റ്റ് ദ റൂൾസ് ആൻഡ് ഗവേണിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സെക്രട്ടേറിയറ്റിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതി ഉണ്ടെങ്കിൽ വരുത്തുക അല്ലെങ്കിൽ പുതിയതെടുക്കുക. ആൻഡ് ഇറ്റ് ഡിസൈഡ്സ് ഹൗ മച്ച് മണി ഈച്ച് മെമ്പർ നേഷൻ ഷുഡ് പേ ടു റൺ ദ ഓർഗനൈസേഷൻ. ഈ സംഘടനയിലേക്ക് എത്ര പണമാണ് വേണ്ടത് ഓരോ അംഗരാജ്യവും
എത്ര പണം വീതം നൽകണം എന്നൊക്കെയും. അതുപോലെ തന്നെ ഡിസിഷൻ ഇൻ ജനറൽ അസംബ്ലി മേ ബി മെയ്ഡ് സിമ്പിൾ മെജോറിറ്റി വോട്ട്. പലപ്പോഴും എപ്പോഴും വളരെ സിമ്പിൾ വോട്ടിങ്ങിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മെജോറിറ്റി, അതായത് 2/3 വോട്ട്, അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ സ്മോൾ നേഷൻസ് ഹാവ് ഗ്രേറ്റ് ഡീൽ ഓഫ് ഇൻഫ്ലുവൻസ്. പൊതു തീരുമാനങ്ങളിലൊക്കെ ഈ ഇങ്ങനെയുള്ള വോട്ട് എടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഓരോ രാജ്യത്തിനും അതിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇനി അടുത്തത് സെക്യൂരിറ്റി കൗൺസിൽ. അടുത്ത ഭാഗം സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ സുരക്ഷാ സമിതി. അതിലെ 5 നേഷൻസ് ആണ് അതിലെ മെമ്പേഴ്സ്. സെക്യൂരിറ്റി കൗൺസിലിൽ 1950 മോസ്റ്റ് പവർഫുൾ വേൾഡിൽ അത് ഏറ്റവും സുരക്ഷിത 5 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന സുരക്ഷാ കൗൺസിലാണത്. പിന്നെ അതുപോലെ അവരുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ. ഇനി എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി അതിൻ്റെ നിയന്ത്രണം നടത്തുക. ഏകദേശം 54 മെമ്പർ നേഷൻസ് ഉണ്ട്. 3 വർഷത്തേക്കാണ് പരമാവധി കാലഘട്ടം. എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യുന്നു. ലാൻഡ് റിഫോംസ്, അതുപോലെ തന്നെ പലപ്പോഴും മയക്കുമരുന്നിൻ്റെ നിയന്ത്രണം, ഇതൊക്കെ ഇവരുടെ പരിധിയിൽപ്പെടുന്നതാണ്. അതുപോലെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ട്രസ്റ്റിഷിപ്പ് നിയമിതമായി. അതുപോലെ ഇൻ്റർനാഷണൽ കോർട്സ് ഓഫ് ജസ്റ്റിസ് ആണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. 15 ജഡ്ജിമാരാണ് അതിലുള്ളത്. 9 വർഷത്തെ ടേമാണ് അവർക്കുള്ളത്. ജഡ്ജസ് ആർ ചൂസൺ ബേസ്ഡ് ഓൺ ദെയർ ക്വാളിഫിക്കേഷൻ റദർ ദാൻ ദെയർ നാഷണാലിറ്റി. ഇത് രാജ്യക്കാരൻ എന്നുള്ളതിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ആ ജഡ്ജിയുടെ ക്വാളിഫിക്കേഷനാണ്. അതുപോലെ തന്നെ നോ നേഷൻ മേ ഹാവ് മോർ ദാൻ 1 ജഡ്ജ് ഓൺ കോർട്ട് ദാറ്റ് അറ്റ് എനി ഗിവൺ ടൈം. അപ്പോൾ അവരുടെ ഓരോ രാജ്യത്തിനും ഒരു സമയത്ത് ഒന്നിലധികം ജഡ്ജിമാരുണ്ടായിരിക്കില്ല. ഒരൊറ്റ ജഡ്ജി ആയിരിക്കും ഓരോ രാജ്യത്തിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. ഇവരുടെ അന്താരാഷ്ട്ര കോടതി എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നത് ഹേഗിലാണ്, നെതർലൻഡിലെ. ഇനി മറ്റൊരു പാർട്ടാണ് സെക്രട്ടേറിയറ്റ്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ നടത്തിക്കുന്ന ഭരണസംഘടന. അതായത് ജനറൽ സെക്രട്ടറി UN-ൻ്റെ ഭരണസംഘടനയായ സെക്രട്ടേറിയറ്റിന് ഹെഡ് ആയിട്ടിരിക്കുന്നു UN സെക്രട്ടറി. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സുരക്ഷാ കൗൺസിലിലേക്ക് എല്ലാം കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടി കൊണ്ടുവരും. ജനറൽ സെക്രട്ടറിക്ക് സെക്രട്ടറി ജനറലിനെ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഓഫ് ദ സെക്രട്ടേറിയറ്റ് അണ്ടർ ദ റൂൾ അപ്രൂവ്ഡ് ബൈ ദ ജനറൽ അസംബ്ലി. അപ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്റ്റാഫ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാഫ് ഇൻ്റർനാഷണൽ, അന്തർദേശീയ തലത്തിൽ നിന്നായിരിക്കണം സെലക്ഷൻ. അപ്പോൾ ഇതാണ് യുണൈറ്റഡ് നേഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. എല്ലാ പോയിൻറ്റ്സും ഏകദേശം വളരെ ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നിരിക്കുന്ന നോട്ടും കൂടെ റെഫർ ചെയ്യാം. താങ്ക് യു.